ഈ പുതിയ മലയോര കർഷകർ അല്ലെങ്കിൽ ചീഫുക്കാർ എന്ന് പറയുന്നത് ചെറിയ ടീമുകളൊന്നുമല്ല, നിസ്സാര ടീമുകളൊന്നുമല്ല, ഭയങ്കര പണ്ഡിതന്മാരാണ്, ഭയങ്കര അറിവാണ്, ഭയങ്കര വിജ്ഞാന ഭണ്ഡാകാരങ്ങളാണ് അവർ. എല്ലാത്തിനും അവർക്കിടെ കയ്യിൽ റെമഡിയുണ്ട്. അപ്പോൾ ഭൂമിയിൽ നടക്കുന്ന എല്ലാ മാറ്റങ്ങൾക്കും ടക്കേ എന്നും പറഞ്ഞ് അവർ മറുപടി തരണം കണ്ടാണ്ടല്ലോ നമ്മൾ ഞെട്ടിപ്പോകും. അത്ര മിടുക്കന്മാരാ. അപ്പോൾ എന്ത് ചോദിച്ചാലും അവർക്ക് 2 സാധനങ്ങളേ ഉള്ളൂ. എന്തിന് അങ്ങനെ ഒരുപാട് ഇതൊന്നും വേണ്ട, 2 പൊട്ടാസ് ഉണ്ട്. ആ 2 പൊട്ടാസ് അങ്ങ് പൊട്ടിച്ചിട്ടാൽ ഏത് ചോദ്യകർത്താവിനെമാർ ഓടിച്ചു കളി അപ്പുറം പമ്പ കടത്തിക്കും. അപ്പോൾ അതാണ് ഒരെണ്ണം എൽനിനോ. ഭൗമതാപം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, അതിന് ഒരെണ്ണം സാധനമാണ് എൽനിനോ. ആ എൽനിനോ അങ്ങോട്ട് ഇട്ടാണ്ടല്ലോ പിന്നെ ഒന്നും ഉണ്ടാവില്ല. അത് ഈ പറയുന്നവരുടെ ചുരുടാൻ പോലെ അല്ലെങ്കിൽ മറ്റേ എൻഡോസൾഫാൻ പോലെയുള്ള ഒരു സാധനമാണ്. ആ എൽനിനോ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പിന്നെ ഒറ്റ ഒരുത്തന്നെ അവിടെ നിൽക്കില്ല. പിന്നെ അതുപോലെയാണ് കാർബൺ ഫണ്ടിങ്. എന്ത് ചോദിച്ചാൽ നീ കാർബൺ ഫണ്ട് മേടിച്ചവനല്ലടാ എന്നുള്ള ഒറ്റ ചോദ്യത്തിൽ തീർന്നു കാര്യം. അവിടെ അവൻ തോറ്റുപോയില്ലേ. അങ്ങനെ 2 സംഭവം കൊണ്ട് ഇവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന മഹാന്മാരാണ് ഇവർ. അതുപോലെ തന്നെയാണ് ഇവർ പ്രകൃതിയുടെ ഒരു സ്ട്രക്ചർ എന്നൊക്കെ പറയുന്നത്, അതിലുള്ള പാണ്ഡിത്യം എന്ന് പറയുന്നതും അത് പ്രകൃതി ശാസ്ത്രജ്ഞന്മാരന്മാർ. അപ്പോൾ ഇവർ പറയുന്നത് എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനിങ്ങനെ പ്രകൃതിയിൽ ഇങ്ങനെ നിരന്തരം അങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കണം, അങ്ങനെ വാച്ച് ചെയ്യണം. അപ്പോൾ വാച്ച് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും അമിതമായിട്ട് വളരുവാണെങ്കിൽ അപ്പം തന്നെ അതിൽ ഇടപെട്ടിട്ട് അതിനെ അങ്ങനെ ഷേപ്പ് ചെയ്ത് അതിനെ അങ്ങ് എടുത്തിട്ടില്ല. അപ്പം ഒരു ജീവി ഒരു മരം കൂടുതൽ വളർന്ന അപ്പം അതിനെ കില്ല് ചെയ്യണം. കില്ലിങ് എന്നാണ് കള്ളിങ് എന്നോ വേറെ ഏതാണ്ടൊക്കെ ഒരു വാക്കുണ്ട്, പണ്ഡിതന്മാരാണ് ഏതാണ്ട് ഒരു പ്രത്യേക വാക്കൊക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന ഒരു ജീവി ഇപ്പോൾ ആന കൂടുവാണ്, ഇവരാണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഇന്ന് ആരെയാണ് കൂടിയിരിക്കുന്നത്, ഇന്ന് ആനയാണ് കൂടിയേക്കണത്. അപ്പോൾ ആനയെ ഇന്ന് നമുക്ക് തീർക്കണം. ആനയെ തീർത്തില്ലെങ്കിൽ ഭൂമിക്ക് ഭയങ്കര ഭാരമാണ്. കാരണം ഒന്ന് ഭയങ്കര ഒടുക്കത്തെ വെയിറ്റ് ആണല്ലോ. അപ്പോൾ ആനയെ കൊല്ലേണ്ടത് ഒരു വലിയ സംഭവമാണ്. ആനയെ കൊല്ലണം. അപ്പോൾ ആനയെ കൊല്ലുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം, ഇവരുടെ മുഖ്യ അജണ്ടയാണ് ആനയെ കൊല്ലൽ. പിന്നെ ഇവിടെ വനത്തിലുള്ള ആന മാത്രമല്ല, നാട്ടിലുള്ള ആന, ആനയെ പീഡിപ്പിക്കുക എന്ന് പറയുന്നത് അതൊരു മനുഷ്യൻ്റെ അവകാശമായിട്ടാണ് അവർ പറയുന്നത്. ഉത്സവങ്ങളിലാണെങ്കിലും മറ്റേതിലാണെങ്കിലും ആനയുടെ പിന്നെ ആനയെ എന്താ ചെയ്യാൻ ഉമ്മം വയ്ക്കാനുള്ളതാണ് അവരുടെ ഒരു ശരിയാണത്, മനുഷ്യൻ്റെ വിനോദത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ പണ്ടൊക്കെ അങ്ങനെയൊക്കെ അല്ലായിരുന്നു. ഈ പറയുന്ന കത്തി 2 മനുഷ്യരെ ഗോദായിലേക്ക് ഇട്ടിട്ട് കത്തി കൊടുക്കും, അവർ പരസ്പരം കുത്തും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ അവിടുത്തെ അരിസ്ട്രോക്രാറ്റുകളായിട്ടുള്ള ആ ഒരു ക്ലാസ്, എലൈറ്റ് ക്ലാസ് ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ പൂരങ്ങളിൽ ഇങ്ങനെ ആന വേദനിക്കണു, ആനക്കെട്ട് കുത്തണു, ആന പലതരത്തിലുള്ള വേദന ഏൽക്കുമ്പോൾ അങ്ങനെയുള്ള ആനയുടെ ആ ഒരു കരച്ചിലൊക്കെയുള്ള ഒരു ഇത്, ആനയെ വെടിവെക്കുമ്പോഴൊക്കെ ഉള്ള ഒരു ആ ഒരു ത്രില്ല് ആസ്വദിക്കുന്ന ആ ഒരു ഹണ്ടിങ്ങിൻ്റെ ആ ഒരു ത്രില്ല് ആസ്വദിക്കുന്ന അത് ഇവരുടെ ഒരു അവകാശമായിട്ടാണ് അവർ കൂട്ടുന്നത്. അതുകൊണ്ട് ആനവളർത്തൽക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ നാട്ടാനകളെ മറ്റു ഉത്സവങ്ങളിൽ കൊണ്ടുപോവുകയും നാട്ടാനകളെ വലിയ ആഠ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് വീട്ടിൽ വളർത്തുകയും പിന്നെ ക്ഷേത്രങ്ങളിൽ കുടിയിരുത്തി ക്ഷേത്രങ്ങളിലിട്ട് പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതിന് അനുകൂലമായിട്ടും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രധാനമായിട്ട് ഏറ്റവും മുമ്പിൽ നിന്ന് നിൽക്കുന്നത് ഈ മലയോര കർഷകരും അവരുടെ കീഫയും ഒക്കെയാണ്. ഏതായാലും ഇവർ ഈ മലയോര കർഷകരും അവരുടെ കീഫും ഒക്കെ ഒരു കൊള്ളാവുന്നൊരു സംഭവമാണ്. അതായത് കോഴികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, കോഴികൾക്ക് ഒരുമിച്ച് നിൽക്കാൻ വേണ്ടി ഒക്കെ, കോഴികളുടെ സംരക്ഷണത്തിന് വേണ്ടിയൊക്കെ ആയിട്ട് ചില കുറുക്കന്മാർ ചേർന്നുണ്ടാക്കിയ ഒരു സംഘം, അതാണ് ഈ മലയോര കർഷകർ കീഫു കൂഫു എന്നൊക്കെ പറയുന്ന ഒരു വലിയ ഒരു സംഘം. ഇനി വരുന്ന കാലത്ത് കേരളത്തിലെമ്പാടും വ്യാപിക്കുകയും അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുകയൊക്കെ ചെയ്യുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ മാത്രമല്ല സർക്കാർ അവരുടെ ഉപദേശകരായിട്ട് സ്വീകരിക്കണം. കാരണം പല പല കാര്യങ്ങളിൽ ഇത്രയും വലിയ പണ്ഡിതർ കേരളത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് തന്നെയാണ് ഇവരുടെ ഓരോ പ്രസ്താവനകളും ഇവരുടെ ഓരോ ലോകത്തോടുള്ള വെളിപാടുകളും വെളിപ്പെടുത്തലുകളൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഈ ഉപദേശകരെ വയ്ക്കുന്നതിന് ഈ കീഫുക്കാരെയൊക്കെ വച്ചാൽ നല്ലതായിരിക്കും. കാരണം നല്ല നല്ല ഉപദേശങ്ങളാണ് ഇവർക്ക്.
ഇവർ ഉപദേശിച്ച് ഈ നാടിനെ വളരെ നല്ല മഹത്തായ ഒരു നിലയിൽ എത്തിക്കുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പോൾ കീഫുവിനെ നമുക്ക് എങ്ങനെ വന്നാലും നമുക്ക് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരണം. അങ്ങനെ ഇത്തരം കുറുക്കന്മാർ വളർന്നാൽ മാത്രമാണ് നമ്മുടെ കേരളത്തിലെ കോഴികൾ നിലനിൽക്കുകയുള്ളൂ, കോഴികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.